എന്തായാലും പോയിട്ട് വരാം. ടാറ്റാ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ എൻ്റെ സൗണ്ട് ഇതാ കുറച്ചൊന്ന് റെഡി ആയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ എന്തുകൊണ്ടാണ് ഞാൻ പാർട്ട് 1 ആക്കിയിട്ടതെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം വോയിസ് ഓവർ ചെയ്യാൻ എനിക്ക് സൗണ്ട് ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ കാര്യം എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പോൾ അവിടുത്തെ മറ്റേ കോളാമ്പി വെച്ച് പാട്ടിട്ടേക്കുന്നത് എൻ്റെ വീട്ടിൽ നന്നായിട്ട് കേൾക്കാം. അപ്പോൾ എനിക്ക് വോയിസ് ഓവർ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാനിപ്പോൾ പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. സോ എനിവേസ് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ അമ്മയുടെ അവിടെ ബാങ്കിലാണ് വന്നത്. ഇവിടെ വന്നപ്പോൾ 39ാമത്തെ ടോക്കൺ ആയിരുന്നു. പക്ഷെ അവിടെ 14 ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് അവിടെ ഒരു ഫ്രണ്ട് ഉള്ളതുകൊണ്ട് നമ്മൾ പോയിട്ട് നമ്മൾ ആവശ്യം നടത്തിയിട്ട് ഇതാ പുറത്തിറങ്ങി. എവിടെ പോണ? വണ്ടി എടുക്കണ്ടേ? അങ്ങ് പോവേണ്. എന്തൊരു വെയില്. സോ ഗൈസ്, ബാങ്കിൽ നിന്ന് നേരെ വന്നത് ഈ ഒരു ഫ്രൂട്ട്സ് കടയിലോട്ടാണ്. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഇങ്ങനെ ഓരോന്ന് എടുത്തിട്ട് എൻ്റെ അടുത്ത് വേണോ അത് വേണോ ഇത് വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ വെയിലടിച്ച് മൈഗ്രെയിൻ തുടങ്ങിയിട്ട് ഞാൻ ഒന്നിനും വയ്യാണ്ടൊരു സിറ്റുവേഷനിൽ നിൽക്കുകയായിരുന്നു. ആകെ അവിടെ ഈ ഒരു സ്ട്രോബെറി കണ്ടപ്പോഴാണ് എൻ്റെ മനസ്സൊന്ന് തണുത്തതും ഞാൻ അതിൽ നിന്ന് ഒരു സ്ട്രോബെറി എടുത്ത്. കാരണം എനിക്ക് സ്ട്രോബെറി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എൻ്റെ കയ്യിലെ ഗ്ലൗസ് കൊണ്ടാരും പേടിക്കണം. ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ വെയിലടിക്കാതിരിക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ആ സ്ട്രോബെറി നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. മണി ക്യാൻ ബൈ ഹാപ്പിനെസ് എന്നൊക്കെ പറയണത് വെറുതെയാണ്. ഈ ഒരു പാക്കറ്റ് സ്ട്രോബെറി കിട്ടിയപ്പോൾ ഞാൻ ഹാപ്പിയായി. പിന്നെ എൻ്റെ അമ്മയെ നോക്കിയിട്ട് കാണുന്നില്ല ഗൈസ്. ഞാൻ അവിടെ മൊത്തം അലഞ്ഞ് തിരിഞ്ഞ് ലാസ്റ്റ് ഇപ്പം ഞാൻ ചന്തയ്ക്കകത്തോട്ട് കയറി പൊയ്ക്കൊണ്ടിരിക്കുക. എനിക്കാണെങ്കിൽ ഈ ചന്തയിൽ കയറി വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ അങ്ങ് ദൂരെ വരെ ചന്തയുണ്ട്. അപ്പം ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അമ്മ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന്. അപ്പം പോയ വഴിക്കെല്ലാം ഞാൻ നോക്കണുണ്ട്, അവിടെ എങ്ങും കാണുന്നില്ല. അങ്ങനെ ഞാൻ അങ്ങ് അറ്റം വരെ എത്തി. അവിടെ എത്തിയപ്പം ഇവിടെ എൻ്റെ അമ്മ നിൽപ്പുണ്ട്. പക്ഷെ ഞാൻ അമ്മയെ കണ്ടില്ല. ഇപ്പം ഈ വീഡിയോ എടുത്തപ്പോഴാണ് ഞാൻ അതിലമ്മ അവിടെ നിൽക്കണത് കണ്ടത്. പക്ഷേ റിയാലിറ്റിയിൽ ഞാൻ കണ്ടില്ല. ഞാൻ ഈ സൈഡിൽ കൂടി അങ്ങ് അറ്റം വരെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് പോകുന്നത്. പിന്നെ ഞാൻ പുറകെ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. അമ്മ അറിയണ കൂടിയില്ല ഞാൻ അമ്മയുടെ ബാക്കിൽ നിന്നുണ്ടെന്ന്. അമ്മ ഇങ്ങനെ കൂളായിട്ട് അങ്ങ് നടന്ന് പോവുകയാണ്. സത്യം പറയാല്ല, വെങ്ങാനൂരുള്ള എല്ലാ കടകളും എന്നെ കൊണ്ട് കയറ്റി ഇറക്കി ചെയ്യും അമ്മ. ഞാൻ പിന്നെ പുറകെ നിന്ന് പോയി ദാണ്ട ഒരു പച്ചക്കറി വിൽക്കണ അമ്മച്ചിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ബ്രേക്ക് പിടിച്ചു. പിന്നെ അവിടെ നിന്ന് ഞാൻ നോക്കിയപ്പോൾ വെണ്ടയ്ക്കയും പയറും ഇതൊക്കെ ചോറിന് കറി മീൻസ് ജോലിക്ക് കൊണ്ടുപോകാൻ വേണ്ടി ചോറിന് കറി കിട്ടാനുള്ള പച്ചക്കറിയൊക്കെ ഇപ്പോൾ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് മെഡിക്കൽ സ്റ്റോറിൽ പോയി അവിടെ ഇവിടെ എവിടെയൊക്കെയാണ് പോയി. ഞാൻ ലാസ്റ്റ് വീഡിയോ എടുക്കുന്നത് നിർത്തി, എനിക്ക് മൈഗ്രെയിൻ തുടങ്ങിയിട്ട്. അങ്ങനെ ഞാൻ പുറത്തൊക്കെ പോയിട്ട് വന്നു. അയ്യോ, ഭയങ്കര വെയിലായിരുന്നു. എനിക്കാണെങ്കിൽ തലവേദനിക്കുന്നു. അമ്മയാണെങ്കിൽ കാണുന്ന കടയിലൊക്കെ കയറി എനിക്ക് അറിഞ്ഞൂടാ. അയ്യോ, കുറേ സമയം എടുത്ത്. അപ്പം എന്തായാലും എനിക്കിനി കുറേ തുണി അലക്കാനുണ്ട്. ഞാനപ്പോൾ അത് അലക്കിയിടാൻ പോകുന്നു. കാരണം ഇപ്പം തന്നെ 11:30 വെയിൽ പോയി കഴിഞ്ഞിട്ട് അലക്കിയിട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഞാൻ പോയി തുണി അലക്കണം. ഞാൻ തുണി അലക്കാൻ പോണു. അതല്ല, ഇതാ 250 എടുത്തിട്ട് ഒരു 100 നോട്ട് തന്നാൽ എനിക്ക് ചില്ലറ ഏതാശുപത്രിയില് ഞാൻ തുണിയൊക്കെ അലക്കി കഴിഞ്ഞു. തളർന്നു പോയി സത്യം പറഞ്ഞാൽ. പുറത്ത് നല്ല വെയിലുണ്ട്.
ടെറസിലൊക്കെ കൊണ്ടുപോയി വിരിച്ചിട്ട് വന്ന് ആകെ ടയേർഡാണ്. പിന്നെ ഞാൻ ഓർത്ത് വീഡിയോ എടുത്ത് തുടങ്ങി പോയില്ല, അപ്പം നിർത്തട്ടെ ഇനി ഇത്. അപ്പം ഞാൻ തുണി അലക്കി വിരിച്ചിട്ടു. ഇന്ന് മെയിനായിട്ടൊരു ടാസ്ക് ഉണ്ടായിരുന്നു, ആ തുണി നനയ്ക്കേണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ 2 ആഴ്ചയായി തുണി അലക്കിയിട്ട് എനിക്ക് പനി വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റണുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഇത്രയും തുണിയായത്. 2 പകരം തുണിയാണ് ഞാൻ ഇപ്പം നനച്ചിട്ടത്. സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും കഴിക്കണം, അല്ലാതെ എനിക്ക് എനർജി ഇല്ല. രാവിലെ കഴിച്ച പുട്ടിൻ്റെ എനർജിയൊക്കെ തീർന്നു. അപ്പം ശരിയാണ്, ഞാൻ ഇനി ഒരു ഈവനിങ് വരെ ഇനി അങ്ങനെ വീഡിയോ എടുക്കാനും വേണ്ടി ഒന്നും കാണത്തില്ല. ഞാൻ വീട്ടിനകത്ത് ഈ റൂമിനകത്ത് തന്നെ ആയിരിക്കും. എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈവനിങ് കാണാം. ഞാൻ രാവിലെ പറഞ്ഞില്ലേ എനിക്കിങ്ങനെ പുറത്തിറങ്ങി നടക്കണ ഒരു ശീലമുണ്ടെന്ന്. ഇപ്പം ഞാൻ തേരാപാര പുറത്തിറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു ആവശ്യവും ഇല്ലാതെ. അങ്ങനെ ഞാൻ പുറത്തിറങ്ങി ഒന്ന് നടന്നിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ ടെറസിൽ കയറിയിട്ട് എൻ്റെ പില്ലോ കവറും ബെഡ്ഷീറ്റും ഉണങ്ങിയൊന്ന് നോക്കിയപ്പോൾ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അത് രണ്ടും എടുത്തുകൊണ്ട് താഴോട്ട് വന്നിട്ട് ഇപ്പം ഞാൻ എൻ്റെ പില്ലോയിലോട്ട് പില്ലോ കവർ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പില്ലോ കവറൊക്കെ ഇട്ടിട്ട് ഞാനിങ്ങനെ ഇനി എന്ത് ചെയ്യട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എൻ്റെ വീടിൻ്റെ അടുത്ത ഒരു അമ്പലത്തിൽ ഉത്സവമായിട്ട് വീടിൻ്റെ അവിടെ ഒരു കോളാമ്പി കൊണ്ട് വെച്ച്. അപ്പോൾ അതിലിങ്ങനെ കണ്ടിന്യൂസ് പാട്ട് അത്യാവശ്യം നല്ല വോളിയത്തിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ രാവിലെ വെയിലത്ത് പോയിട്ടേ മൈഗ്രെയിൻ തുടങ്ങിയിട്ട് എനിക്ക് ഒട്ടും വയ്യാണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കൂടിയിട്ടാണെങ്കിൽ പാട്ടും കൂടിയിട്ട്. ഇവിടെ ഒരു അമ്പലത്തിൽ ഉത്സവം, അപ്പോൾ അതാ ഇവിടെ കൊണ്ടൊരു മറ്റേ കോളാമ്പി വെച്ചേക്കണ്. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യാന്ന് വെച്ചത്. കാരണം അടുത്ത പാട്ടിപ്പോൾ തുടങ്ങി. ആദ്യമൊക്കെ ഞാനും ഇങ്ങനെ ചിരിച്ച് കളിച്ച് അതൊരു രസമല്ലേ, നമ്മളെ വീടിൻ്റെ അടുത്തൊരു അമ്പലമാണ്, ഉത്സവമാണ്. അപ്പം ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഒരു ഡിവൈൻ ഫീലൊക്കെ കിട്ടും, ആ ഒരു ഇതൊക്കെ. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് മൈഗ്രെയിൻ നന്നായിട്ട് കൂടിയിട്ട് ഞാൻ പിന്നെ കയറി കിടന്ന്. എനിക്ക് പിന്നെ ഒന്നിനും വയ്യ. ഞാനപ്പോൾ പിന്നെ തലയ്ക്ക് കൈയും കൊടുത്ത് കയറി കിടക്കുകയാണ്. കാരണം ഇനി ഉറങ്ങാതെ വേറൊരു വഴിയും എനിക്കില്ല. പിന്നെ ഈ പാട്ടിങ്ങനെ കേൾക്കണോണ്ട് വേറെ ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് ഉറങ്ങണതേ അല്ല, എനിക്ക് ഈ പാട്ട് കേട്ട് എനിക്ക് തലപെരുത്തിട്ടാണ് ഞാൻ കയറി കിടന്നിട്ട് ഉറങ്ങാനൊന്നും പറ്റിയില്ല. കാരണം ഈ പാട്ടിങ്ങനെ കേൾക്കുമല്ലേ, എങ്ങനെ ഉറങ്ങും? ഇപ്പം എന്തോ ഭാഗ്യം എന്താ അണച്ചു വെച്ചേക്കണേ. അയ്യോ എനിക്കറിയത്തില്ല. മാത്രമല്ല വീഡിയോ എടുക്കുന്നതിനിടയിൽ ഈ പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് ഞാൻ പറയണമൊന്നും കേൾക്കാനും പറ്റത്തില്ല. കോപ്പിറൈറ്റ് വല്ലതും കിട്ടേയുള്ളൂ. സത്യം, ഞാൻ ഇത്ര നേരം ഞാൻ വിചാരിച്ച അമ്പലത്തിൽ പോയി പറഞ്ഞാലോ എന്ന് പറഞ്ഞ് ഞാൻ ഇപ്പോൾ ആലോചിച്ചായിരുന്നു. കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ട് എനിക്ക് മൈഗ്രെയിൻ ഉള്ള കൊണ്ടായിരിക്കണം. ഭയങ്കര ഇറിറ്റേഷനാണ് പാട്ട് കേട്ടിട്ടും. അതാണെങ്കിൽ ഒരു അവറേജ് വോളിയത്തിൽ വയ്ക്കാണ്ട് അങ്ങ് ഹൈയിൽ വച്ചേക്കണം. എനിക്കറിയത്തില്ല. തലവേദന തുടങ്ങിക്കഴിഞ്ഞ് ഇന്നത്തെ ദിവസം പോയി, അതെനിക്ക് മനസ്സിലായി. കാരണം ഒരു 3 മണിയായപ്പോൾ തന്നെ എനിക്ക് വയ്യ. ഈ സൗണ്ട് കേട്ടിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ എനിക്ക് ഒരുമാതിരി തല പെരുത്ത് ഇങ്ങനെ എവിടെയെങ്കിലും തല കൊണ്ട് ഇടിച്ചാലോ എന്നുള്ള അമ്മാതിരി. മൈഗ്രെയിൻ ഉള്ളവർക്ക് ഞാൻ ഈ പറയണത് മനസ്സിലാവും. അടുത്ത് വീണ്ടും ഇട്ട്. അയ്യോ, അമ്പലത്തിലെ പാട്ടല്ലേ, ഈ പെണ്ണ് എന്തിനാണ് ഇത്ര ഓവറാക്കണേന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഈ സാധാരണ വരുന്ന ലോ ക്ലാസ് ആയിട്ടുള്ള തലവേദനയെ പറ്റിയിട്ടല്ല പറയണത്, മൈഗ്രെയിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കണത്. മൈഗ്രെയിൻ എപ്പോഴെങ്കിലും ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ ഞാൻ ഈ പറയുന്നത് മനസ്സിലാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് മൈഗ്രെയിൻ മാത്രമായിരുന്നെങ്കിൽ കുഴപ്പമില്ല. 1 വീക്കായിട്ട് പനിയും ത്രോട്ട് ഇൻഫെക്ഷനും ഹോസ്പിറ്റലും മരുന്നും ഇഞ്ചക്ഷനും ട്രിപ്പും അങ്ങനെ നടക്കുകയാണ് ഞാൻ. അതും പോരാനായിട്ട് എനിക്ക് പീരിയഡ്സ് ആണ്, അതും പോരാനായിട്ട് മൈഗ്രെയിനും കൂടെ തുടങ്ങി. എല്ലാം കൊണ്ടും ഞാൻ ഫിസിക്കലി വീക്കായിട്ട് ഇരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ ഇങ്ങനെ ഒന്നും കൊണ്ടെത്തിക്കണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പക്ഷേ ഞാൻ വിചാരിച്ച അത്യാവശ്യം എനർജറ്റിക്കായിട്ട് കുറച്ച് ഫണ്ണി ആയിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ ഈ വീഡിയോ ഇങ്ങനെ ആയിപ്പോയി. ഇതിനാണെങ്കിൽ വോയിസ് ഓവർ കൊടുക്കുന്നത് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ്. കാരണം ഇതിങ്ങനെ
ഓൺ വോയിസിൽ തന്നെ ഇടണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ബാക്ക്ഗ്രൗണ്ടിലെ പാട്ട് കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഈ ഒളിഞ്ഞു നോക്കണം എന്താണെന്ന് വെച്ചാൽ ആ കോളാമ്പി എവിടെ ഇരിക്കണം എന്നാണ് ഞാൻ ഈ ഒളിഞ്ഞു നോക്കുന്നത്. കാരണം എനിക്ക് അതിനെ കല്ലെടുത്തെറിഞ്ഞ് തള്ളിയിടാനുള്ള കലിപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അത്രയ്ക്ക് ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആയിപ്പോയി. എനിക്കത് എന്നെ ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യിപ്പിച്ച്. പിന്നെ ഞാനിങ്ങനെ ശരി മറ്റേ പുച്ഛം മാത്രമൊന്നും പറഞ്ഞാണ് ഞാൻ തിരിച്ചു വരണത്. നോക്കിയപ്പോഴേ ഒന്നൊന്നുമല്ല 2 കോളാമ്പി, അതും ഇങ്ങോട്ട് തിരിച്ചാണ് വച്ചേക്കണത്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് വെച്ച് ഞാൻ എന്താ ഡ്രസ്സ് മടക്കി വയ്ക്കാം, അങ്ങനെ കുറച്ച് ഡിസ്ട്രാക്ഷൻ ആവുമല്ലോ എന്ന് ഓർത്തിട്ട് ഇപ്പം എന്താ നനച്ചുകൊണ്ടിട്ടതും മുന്നേ ഉണ്ടായിരുന്നതും എല്ലാം കൂടി എടുത്ത് ഞാൻ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്തെങ്കിലുമൊക്കെ ഡിസ്ട്രാക്ഷൻ വേണ്ടേ, അല്ലെങ്കിൽ ഞാൻ ഈ തലവേദന തന്നെ ഇങ്ങനെ ആലോചിച്ചിരുന്ന് ഓൾറെഡി എനിക്ക് വയ്യ, മൊത്തത്തിൽ വയ്യ. അപ്പം ഞാനിങ്ങനെ വെറുതെ കയറി കിടന്ന് എനിക്ക് അങ്ങനെ ടൈം കളയണ വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ്. എനിക്കാണെങ്കിൽ എപ്പോഴും കുറച്ച് എനർജറ്റിക് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് ഈ ലേസിനെസ് വെച്ച് ഇങ്ങനെ ലൈക്ക് എനിക്ക് വയ്യ എന്നും പറഞ്ഞ് ഇരിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഫൈനലി ഞാൻ റൂമൊക്കെ ഒരുവിധം അലങ്കോലമായി കിടന്നത് അടുക്കി പെറുക്കിയൊക്കെ വെച്ചു. എന്നിട്ട് ഞാൻ എന്താ ഓക്കെയൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ മുഖം നോക്കിയാണ് ഇഞ്ചി അടിച്ച കുരങ്ങനെ പോലെയാണ് ഇരിക്കുന്നത്. സത്യം പറയാൻ എനിക്ക് വയ്യ. പിന്നെ എന്തായാലും ഞാൻ വിചാരിച്ച ഒരു കോഫി ഇട്ട് കുടിക്കാമെന്ന് പറഞ്ഞാൽ ഐശ്വര്യമായിട്ട് പോയതാണ്. ഇപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് എന്തിനെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. ഞാൻ കോഫി ഇടാൻ പോയപ്പം കോഫി പൗഡർ തീർന്നു പോയി. പിന്നെ അത് പോയി മേടിക്കാമെന്ന് പറഞ്ഞാണ് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി കട വരെ പോകണ്ടേ, ഓൾറെഡി അപ്പം കടയിൽ പോയി പാലും ബാക്കി മേടിക്കേണ്ട സാധനങ്ങളെല്ലാം മേടിച്ചു. അപ്പോൾ ഇനി ഞാനായിട്ട് കാപ്പിപ്പൊടി മാത്രം മേടിക്കാൻ പോകണ്ടല്ലോ എന്ന് വെച്ച് ഞാൻ വിചാരിച്ചു ഇന്ന് ചായ കുടിക്കാമെന്ന്. കാരണം ലൈഫിൽ എന്തൊക്കെ സാക്രിഫൈസ് നമ്മൾ ചെയ്യണം, അപ്പോൾ ഈ ഒരു ചെറിയ സാക്രിഫൈസ് ചെയ്യാമെന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ചായ കുടിക്കാമെന്ന്. അങ്ങനെ ചായ ഇതാ കിടക്കുന്നു ഗ്യാസിൻ്റെ പുറത്തൂടെ എല്ലാം കൂടിയിട്ട്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞാൻ ഇത്തിരി മനസ്സമാധാനത്തിരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് അവൻ പറഞ്ഞു വാ നമുക്ക് പുറത്ത് പോകാം. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് കാല് പിടിച്ച് പറയുന്ന പോലെ പറഞ്ഞിടാ എനിക്ക് വയ്യ, അമ്മ വഴക്ക് പറയും പുറത്ത് പോയാന്നൊക്കെ. കാരണം രാത്രിയായി, അപ്പോൾ നല്ല ലേറ്റായി. അപ്പോൾ അവൻ പറഞ്ഞിട്ട് നീ വാ നമുക്ക് കട്ടൻ കുടിക്കാൻ പോവാം, എന്നാൽ വയ്യെങ്കിൽ കട്ടൻ കുടിക്കാം അപ്പോൾ ശരിയാവും എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ച് എന്നെ കൊണ്ടുപോയി. ഞാനിങ്ങനെ ഫോണൊക്കെ നോക്കിയിരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു പുറത്ത് പോകാൻ വാന്ന്. അപ്പം ഞാൻ പെട്ടെന്നൊന്ന് റെഡിയായിട്ട് ഇറങ്ങണം, കാരണം അവൻ വഴി നിൽക്കുകയാണ് എന്നെ കത്ത്. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് റെഡിയായി പോട്ടെ വരാവേ. ഞാൻ ഇപ്പം റോഡിലാണ് നിൽക്കണത്, വെട്ടമില്ലല്ലേ. ഞാനാണെങ്കിൽ പകുതി വഴി എത്തിയപ്പോഴാണ് അവൻ പറഞ്ഞത് അവൻ എൻ്റെ വീട്ടിൻ്റെ അവിടെ നിൽക്കുകയായിരുന്നെന്ന്. ഇനിയിപ്പോൾ അവൻ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ആ പൊട്ടന് ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നു അവൻ അവിടെയാണ് നിൽക്കണേന്ന്. ഞാനാണെങ്കിൽ വലയാരത്തി വണ്ടി എടുത്തുകൊണ്ട് പകുതി വഴി വരെ പോയി അവനെ വിളിക്കണമെന്നും പറഞ്ഞു. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഇങ്ങനെ തന്നെ, ഞാൻ ഉൾപ്പെടെ. ഇവിടെ ആണെങ്കിൽ 2 പട്ടികൾ തമ്മിൽ ആടിയും പീടിയും. എനിക്ക് വയ്യ, കടിയും എല്ലാം കിട്ടുമോന്ന്. എനിക്ക് ഈ ഏരിയ ആണെങ്കിൽ എനിക്ക് ഒരു പരിചയമില്ലാത്ത ഏരിയ. ഇങ്ങോട്ട് വന്നു പൊക്ക ആ ചെറുക്കനെ കാണുന്നുമില്ല. ChatGPT വരെ അറിയാം ഞാൻ കണ്ടന്റ് ക്രിയേറ്ററാണ്. ഗായ്സ് അപ്പോൾ നമ്മൾ പോയിട്ട് വരാം. ഞാൻ ഇന്ന് എൻ്റെ ഡേ ഇൻ മൈ ലൈഫൊക്കെ വ്ളോഗ് എടുത്തോണ്ടാണ്. എന്നെ കണ്ടിട്ട് അവൻ ചോദിക്കട്ടെ ഞാൻ ജിമ്മിൽ പോകണം. ഏപ്രിൽ 1 എൻ്റെ ബർത്ത്ഡേ. നല്ല പറ്റിയ ദിവസം. നമ്മളിപ്പോൾ സഹാറയിലാണ്. എനിക്കാണെങ്കിൽ തൊണ്ടവേദനയും പനിയായിട്ട് ഞാൻ വീട്ടിൽ ഇരുന്നാണ്. ഇവ എന്നെ വിളിച്ചോണ്ട് വന്നതാണ്. എനിക്ക് നാളെ ഇനി എണീക്കാൻ വയ്യെങ്കിൽ ഞാൻ ഇവൻ്റെ ഗൈസ് ഇതാണ് ഗോകുല്. എൻ്റെ കൂടെ 1ാം ക്ലാസ് തൊട്ട് 5ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചതാണ്. ഞങ്ങൾ തമ്മിൽ കുഞ്ഞുനാൾ തൊട്ടുള്ള ബന്ധമാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റിങ്ങിലാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഫ്രണ്ട്സ് ഉണ്ടോ എന്ന് അറിയൂടാ. പനിയാണ് കഴിക്കാൻ വയ്യെന്ന് പറഞ്ഞാലും വിളിച്ചുകൊണ്ട് ഫുഡ് കഴിക്കാൻ പോണത്. എനിക്കാണെങ്കിൽ വായിക്ക് ഒരു രുചിയില്ല, വാ മൊത്തം കയ്പ്പാണ് പനി ആയതുകൊണ്ട്. എന്നിട്ട് ഞാൻ അൽഫാമൊക്കെ കഴിച്ചു, പക്ഷേ ഒരു ടേസ്റ്റും ഇല്ലാതെയാണ് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞാൽ അത് കഴിച്ചത്. അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കയ്യും കഴുകിയിട്ട് പുറത്തോട്ട് ഇറങ്ങി. ഞാൻ ഈ ജാക്കറ്റൊക്കെ ഇട്ടിരിക്കുന്നത് വേറൊന്നുമല്ല, തണുപ്പ് കൊണ്ടാണ്. ഇല്ലെങ്കിൽ എൻ്റെ അമ്മ വീട്ടിൽ നിന്ന് വെളിയിറക്കൂലെന്ന് പറഞ്ഞ്
അപ്പം ഞാൻ ചോദിച്ചു ഡേയ് നീ എന്നെ കട്ടൻ മേടിച്ച് തരാമെന്ന് പറഞ്ഞല്ലേ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി, എന്നിട്ട് കട്ടൻ എവിടെയെന്ന് വെച്ചപ്പോൾ അവൻ എന്നെ വിളിച്ചുകൊണ്ട് പെട്രോൾ പമ്പിലോട്ട് പോയി. പിന്നെ അവിടെ നിന്ന് പെട്രോൾ അടിച്ചിട്ട് ഫൈനലി നമ്മൾ വിഴിഞ്ഞം ഹാർബറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ സ്ഥലമൊക്കെ ഞാൻ കാണിച്ചു തരാണ്ട് തന്നെ അറിയായിരിക്കും, പക്ഷെ ഞാൻ ആ ഒരു പള്ളി കണ്ടപ്പോൾ എനിക്കൊരു താജ്മഹലൊക്കെ ഓർമ്മ വന്നിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ്. എനിക്ക് ഈ മുസ്ലിം പള്ളിയുടെ എസ്തറ്റിക്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഒബ്സസ്ഡ് ആണ് അതിൽ. അപ്പോൾ നമ്മളിത് ആളൊഴിഞ്ഞ് വിജനംബിച്ച വഴിയിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥിരം കട്ടൻ കുടിക്കുന്ന സ്പോട്ട്. ഞാൻ ജിമ്മിൽ പോകാൻ തീരുമാനിച്ചു. നമ്മളിപ്പോൾ വിഴിഞ്ഞ ഹാർബറിലാണ് നിൽക്കുന്നത്. നമ്മൾ കട്ടൻ കുടിക്കാൻ വന്നതാണ്. അങ്ങനെ കട്ടൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഊതിയാറ്റി കുടിച്ചപ്പോഴാണ് എൻ്റെ തൊണ്ടയ്ക്കൊരു സമാധാനം. ഇത് ഞാനൊരു ഷോയ്ക്ക് വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി കയ്യിലെടുത്തായിരുന്നു, പക്ഷെ നല്ല ചൂടുണ്ടായിരുന്നു. താഴെ പോവേ. കട്ടനും കുടിച്ചിട്ട് നേരെ CDM വരെ പോകണമായിരുന്നു. എനിക്ക് അക്കൗണ്ടിലോട്ട് കുറച്ച് കാശ് ഇടാനുണ്ടായിരുന്നു. അതെ ഞാൻ കാശുകാരിയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ദിവസം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിവേസ് അത്രയുള്ള വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.